നമ്മൾ ഇന്നത്തെ ഈ ഒരു ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാളത്തെ തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്ര കാലവും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിന് ഞാൻ എന്നത് എന്നോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. എന്തിനാണ് ഞാൻ വന്നിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട ഈ സാഹചര്യം ഉണ്ടായി? എന്നെ ഈ നാട്ടുകാരും ഇങ്ങനെ ഒരു വേദിയിൽ കണ്ടിട്ടില്ല, ഉണ്ടോ? ഇല്ല. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഞാൻ ഈ സ്റ്റേജുകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എന്നെ എല്ലാവരും, ഈ ജനങ്ങൾ, ഈ ലക്ഷദ്വീപിലെ ഈ ചെത്തിലാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ വരുന്നത്. അപ്പോ ഈ പ്രസംഗത്തിന് എന്നെ സംബന്ധിച്ച് എന്റെ ഈ സമയത്തിന് ഭയങ്കര വാല്യൂ ആണ്. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ഗവൺമെന്റാണ്. BJP ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരല്ല കേട്ടോ. ഇതിനു മുമ്പും BJP ഗവൺമെന്റ് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഭരിക്കുന്നത് ഗുജറാത്ത് ബ്യൂറോ ആണ്. ആരാണ് ഈ ഗുജറാത്ത് ബ്യൂറോ? നിങ്ങൾക്കറിയോ ആരാണ്? അതായത് നമ്മുടെ ഗുജറാത്ത് ലഹള എന്ന് പറയുന്ന ഒരു ലഹള നടന്നതായിട്ട് ആരെങ്കിലും ഓർമ്മയുണ്ടോ? അറിയാം. അന്ന് 9 മാസം പ്രഗ്നന്റ് ആയ ഒരു ലേഡിയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിക്കേറ്റിയ ടീമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ആ ടീമിനെയാണ് നമ്മളെ MP ഫൈസൽ ഇന്ന് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നമ്മളെ ലക്ഷദ്വീപിലെ ഇന്നത്തെ സാഹചര്യം അയാൾക്കറിയാം, ഇന്നത്തെ അവസ്ഥ അറിയാം. ഈ പറയുന്ന ഒരു കാര്യം മുസ്ലിംസ് എന്ന് പറയുമ്പോൾ വെറുപ്പാണ്. ഞങ്ങൾക്ക് മുസ്ലിംസിനെ ഈ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം. ഞങ്ങൾക്ക് വേണ്ടത് ഇതൊരു ഹിന്ദു രാജ്യമാണ്. ഞങ്ങൾക്ക് ഇതാക്കിയെടുക്കേണ്ടത് ഒരു ഹിന്ദു രാമരാജ്യമാണ് എന്ന് പറയുന്ന രായ്ക്ക് രാമായണം, ഈ പറയുന്ന ജയ് വിളിക്കുന്നത് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന ഇവരെയാണ് ഈ പറയുന്ന നമ്മളെ MP ഫൈസൽ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ MP ഫൈസൽ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക? ഇന്ന് മണിപ്പൂരിൽ നടക്കുന്നത് എന്താണ്? സ്ത്രീകളെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ കാണുക, കണ്ണു തുറക്കുക. കാരണം നിങ്ങളാണ് ഇനി നാളെ അനുഭവിക്കാൻ പോകുന്ന ഒരാൾക്കാർ. ഇന്ന് മണിപ്പൂരിലെ സ്ത്രീകൾക്ക് സംഭവിച്ചത് നാളെ ലക്ഷദ്വീപിലെ സ്ത്രീകളാണ്. അതാദ്യം മനസ്സിലാക്കുക. നമ്മളെ സ്വന്തം കൺമുമ്പിലിട്ട് നമ്മളെ സഹോദരങ്ങളെയും ഭർത്താവിനെയും കുഞ്ഞിനെയും വെട്ടിക്കൊണ്ടിട്ട് ഒരു സ്ത്രീയെ വലിച്ചയച്ചു കൊണ്ടുപോയി 38 ആൾക്കാർ ചേർന്ന് റേപ്പ് ചെയ്യുന്ന ഒരു കാലമാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ഇന്ന് സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഈ BJPയെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും BJPയുടെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങിക്കൊണ്ടുവന്ന് ജനങ്ങളെ ഒറ്റിക്കൊടുത്ത് മാലി മോഡൽ ടൂറിസം എന്ന പേരിൽ പെർമിറ്റ് എടുത്ത് കളയുന്ന ഒരു ഫൈസൽ MP നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തെന്നറിയോ? ഇന്നിവിടെ പെർമിറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്ന ഇതൊരു രാമരാജ്യത്തിൽ ജയ് ശ്രീറാം വിളിച്ചിട്ട് ഇവിടെ ഇറങ്ങാൻ പോകുന്ന ഈ കൂട്ടരെയാണ്. ഈ കൂട്ടർ ഈ ലക്ഷദ്വീപിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യാൻ പോകുന്നത് എന്തെന്നറിയോ? അവർ തന്നെ അമ്പലങ്ങളിൽ പോയി കല്ലെറിയും. എന്നിട്ട് അവർ പറയും നമ്മൾ ദ്വീപുകാർ ചെയ്തതാണ്. അവരുടെ സൈനികരാണ്. ഇന്ന് അവരുടെ സൈനികരില്ലാത്ത സ്ഥലങ്ങളില്ല. അവരെ ആയിരിക്കും ഇങ്ങോട്ട് അയക്കുക. ഇവിടെ അയച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിക്ക്. ഇന്ന് MP ഫൈസലെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ജനതയും ആലോചിക്കുക. MP ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയല്ല നമുക്ക് ആവശ്യം, അയാളുടെ ഇമോഷൻസ് അല്ല നമുക്ക് ആവശ്യം. ഇന്ന് ഈ തലമുറയെ നിലനിർത്തൽ എന്നുള്ളതാണ് നമ്മളെ കർത്തവ്യം. ലക്ഷദ്വീപില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? ഞാൻ പറയുന്ന ആ നാട്ടുകാർ ഭയങ്കര പാവം, അവർക്ക് പഠിച്ചവന്റെ മനസ്സാണ്. മാത്രമല്ല ആ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ, എനിക്ക് ഏറ്റവും ഒരു ലേഡീസ്, നിങ്ങളൊന്ന് ആലോചിക്ക്, സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഇന്ന് ലോകത്ത് ഈ ലക്ഷദ്വീപാണ്, അല്ലേ? ഈ ലക്ഷദ്വീപാണ് നമ്മൾ സ്ത്രീകളെ നമ്മൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ഒരാളാണ്. ഞാൻ വല്ലപ്പോഴുമാണ് ദ്വീപിൽ വന്നു പോകുന്നത്. ശരിയാണ്, ഇവരെല്ലാവരും പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ അവർക്കെതിരെ സംസാരിച്ചു എന്നുള്ള തരത്തിൽ എന്നെ ഒരുപാട് വിമർശനം ഞാൻ ഏറ്റുവാങ്ങുന്നുണ്ട്. എന്നെ പല പേരുകളും ഇട്ട് വിളിക്കുന്നുണ്ട്. BJPക്കാർക്ക് വീട് കൊടുത്തു, അതാണിതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അപമാനിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ
മനസ്സിലാക്കിയിട്ട് എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരടി ബാക്കിലേക്ക് ഞാൻ പോവില്ല. ഇനിയും മുന്നോട്ട് തന്നെ വരും. കാരണം ഈ ദൗത്യം ഇത് എന്റെ മാത്രമല്ല, നാളെ വരുന്ന ഈ മുമ്പിലിരിക്കുന്ന ഈ പിഞ്ചു കുട്ടികളെ പോലും സേവ് ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുക. അല്ലാതെ ഒരു വ്യക്തി വൈകാര്യം കൊണ്ടോ ഒരു വൈകാര്യം മനസ്സിൽ വെച്ചുകൊണ്ടോ ഞാൻ പ്രവർത്തനത്തിന് ഇറങ്ങിയതല്ല. ഇന്ന് ജനാധിപത്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച, ജനാധിപത്യം ഇന്ത്യയിലേക്ക് സമ്മാനിച്ച് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന നമുക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തന്നെയാണ് നമ്മൾ ഇന്ന് ചേർത്ത് പിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഞാൻ ഇവിടെ വരികയും ഈ വേദിയിൽ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ്. ഞാൻ ഇന്നൊരു വേദിയിൽ പറയാം, ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ഇവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകരും എന്നെ വിളിച്ചിട്ട് വന്ന ആളല്ല ഞാൻ ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസിലേക്ക് വന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാനും ഈ പറയുന്ന പ്രവർത്തനത്തിലേക്ക് ഞാൻ വന്നതും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതിനെനിക്ക് ഒരാളും ഒരു പൈസ ഓഫർ ചെയ്യുകയോ ഒരു കാര്യമില്ല. പൈസ ഓഫർ ചെയ്യുകയും നേരിട്ട് നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു MP ഉള്ള സ്ഥലത്ത് അയാൾക്കെതിരെ ശബ്ദം ഉയർത്തണമെങ്കിൽ 5 പൈസ കിട്ടാതെ വന്ന് സംസാരിക്കുന്ന എന്റെ ശബ്ദത്തിന് തന്നെയാണ് വാല്യൂ. അപ്പം അത് ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അയാളെന്നല്ല ഇനിയിപ്പോ അയാളുടെ അണികൾ ഭക്തന്മാരായിട്ടുള്ള ഭക്തന്മാർ എത്ര കടന്ന് ഭക്തി എന്തിനും അബ്ദുല്ലാ സൈദിനെ പോലൊരു വ്യക്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. 25ാമത്തെ വയസ്സിലാണ് അയാൾ MP ആയത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ന് എന്റെ അനിയന് 23 വയസ്സാണ്. അവന് MP സ്ഥാനത്തിന് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷേ ആ പ്രായത്തിൽ പോലും 25ാമത്തെ വയസ്സിൽ പോലും ഒരു അഡ്മിനിസ്ട്രേറ്ററും അയാൾക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടില്ല. അവിടെയാണ് ഒരു നേതാവിന്റെ മഹത്വം നമ്മൾ അറിയുന്നത്. ആ നേതാവിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തിക്ക് ഇന്ന് 15 വർഷം പിന്നിട്ടിരിക്കുക. 15 വർഷത്തിന് ശേഷം ആ വ്യക്തി വരുമ്പോൾ എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്യും. കൂടാതെ നമ്മുടെ ഈ സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അനുഭവിക്കുന്നത്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ രാഹുൽ ഗാന്ധിനെ എല്ലാവരും പപ്പു വിളിച്ച് കളിയാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇല്ലേ? എവിടെ മീഡിയ തുറന്നാലും എല്ലാവരും പറയും പപ്പുവാണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് BJP-ക്കാർ ഭയക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ന് BJP-ക്കാർ പറയുന്നത് 10 തലയുള്ള രാവണനാണെന്നാണ്. ആ റേഞ്ചിലേക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധി മാറിയെങ്കിൽ നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, നമുക്ക് ഹംദുല്ലാ സൈദ് നമ്മളുടെ ഒരു നേതാവ് തന്നെയാണ്. അയാളെ നമ്മൾ വോട്ടിട്ട് ജയിപ്പിക്കുക തന്നെ വേണമെന്നുള്ളത്. അപ്പം ഈ BJP-യെ സപ്പോർട്ട് ചെയ്യുന്ന എന്നാ കൈകൊണ്ട് വോട്ടിട്ട് അങ്ങനെ രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവൂണ്ട എന്ന് പറഞ്ഞത് ആരാണ്? MP ഫൈസലാണ്. എങ്കിൽ MP ഫൈസലെ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഉറക്കെ വിളിച്ചു പറയാണ്, നിങ്ങൾ അണികൾ അറിയാൻ വേണ്ടിയോ ഞാൻ വിളിച്ചു പറയാണ്, എന്നാ കൈകൊണ്ട് വോട്ടിട്ട് നിങ്ങൾ ഇനി ലക്ഷദ്വീപ് MP ആവണ്ട. ഇതെന്റെ തീരുമാനമാണ്. ഇനി എന്നെ പോലെ കുറെ നമ്മളെ യുവാക്കളുണ്ട്. അവരെല്ലാവരും നിങ്ങളെ അറിയിക്കാനായിട്ട് എന്നോട് പറഞ്ഞു വിട്ടൊരു കാര്യമുണ്ട്. ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഒരു ജനത എന്റെ കൂടെ ഉണ്ട്. ആ ജനത നിങ്ങൾക്ക് എന്നും നിങ്ങളോട് ഇപ്പൊ ഇത്രയും പ്രശ്നമായപ്പോൾ, നമ്മുടെ ലക്ഷദ്വീപിന് ഇത്രയും പ്രശ്നങ്ങളായപ്പോൾ നമ്മളൊപ്പം നിന്നത് കേരള ജനതയാണ്, അല്ലേ? അല്ലാതെ പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇന്ന് വന്നത് കേരള ജനത എന്നെ വിട്ടിട്ടാണ്. ആ കേരള ജനത നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. എന്താണെന്നറിയോ? എന്നെ പോലെ കുറെ യുവാക്കൾ ഉണ്ടാവും, എന്നെ പോലെ കുറെ പേരുണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടെ ഹംദുല്ലാ സൈദിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന് ഒരൊറ്റ കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, ഒരൊറ്റ ഉറപ്പ് ഞാൻ തരാം. അതിന് മുമ്പായിട്ട് പറയാം, ഞങ്ങളുടെ കയ്യില് നിങ്ങൾക്ക് ഇപ്പം തരാം ഈ പൈസ തരുന്ന പോലെ കോടികളൊന്നുമില്ല. ആ 10ന്റെ പൈസ ഇല്ല. എന്നോടിപ്പോ നിങ്ങൾ ചോദിക്കുകയാണ്, മോളെ ഒരു 5000 രൂപ എടുത്തു തരുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഇപ്പൊ എടുത്തു തരാനില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. ആ ഉറപ്പ്, ഈ നാട്ടില് ഏതെങ്കിലും ഒരാളെ തൊടുന്നതിന് മുമ്പ് ഞങ്ങൾ മരിക്കണം. ഞങ്ങൾ മരിച്ചാൽ മാത്രമേ നിങ്ങളിൽ ഒരാളെ തൊടുകൂ എന്നുള്ള ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഞങ്ങളുടെ ഈ ഉറപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും ഹംദുല്ലാ സൈദിനെ വിജയിപ്പിക്കുക. കാരണം ഞങ്ങൾക്ക് ഈ എന്തെങ്കിലും സംഭവിച്ചിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഉറപ്പ്. അല്ലാതെ 500 പേര് യാത്ര ചെയ്യുന്ന ഇറച്ചും കാര്യമുള്ള കപ്പലല്ല.
ഓക്കെ. മാത്രമല്ല ഈ MRI സ്കാനർ ഞാനിപ്പോ ആലോചിക്കായിരുന്നു, എന്നോട് ഇവിടുത്തെ ഒരു ബസ് ഒരിക്കൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ആയിട്ട് ചോദിച്ചു, ആയിഷ എങ്ങനെയാ വരാൻ പോകുന്നത്, ലക്ഷദ്വീപിലേക്ക് എങ്ങനെയാ വരാൻ പോകുന്നത്, ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അയാൾക്ക് വിളിച്ചൊരു മറുപടി കേട്ടു. ഇപ്പൊ ലൈവായിട്ട് ഞാൻ പറയാം. ഞാൻ കൊച്ചിയിൽ 500 പേര് യാത്രയിൽ ആ നിറച്ചും ക്യാബിനുള്ള കപ്പലിലേക്ക് വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ആ കപ്പൽ നേരെ പോയത് അഗത്തി ദ്വീപിലേക്കാണ്. കാരണം എന്റെ കൂടെ 2 പേര് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അവർക്ക് സ്കാനിങ് ചെയ്യണമായിരുന്നു, സ്കാനിങ് നടത്താനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ അഗത്തിയിൽ MRI സ്കാനിങ് ഉണ്ട്, അവിടെ പോയി സ്കാനിങ് ചെയ്തു. സ്കാനിങ് നടത്തി കഴിഞ്ഞപ്പോഴാണ് എന്നോട് എന്റെ സുഹൃത്തുക്കൾ പറയുന്നത്, അവർക്ക് ഇവിടെ ഒരു ഫിഷ് പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്, അത് കടമത്താണെന്ന് തോന്നുന്നു, കപ്പൽ കടമത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ പോയി നമുക്ക് അതിന്റെ ഒരു ബ്ലോഗ് ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ നല്ല കാര്യമില്ലേ, നമ്മുടെ ലക്ഷദ്വീപിൽ ഒരു ഫിഷ് പ്രോസസിംഗ് യൂണിറ്റ് ആണ്, അതും കടമത്ത ദ്വീപില്. ഞാൻ പറഞ്ഞ കപ്പൽ അങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പലിൽ അങ്ങോട്ട് പോയി അവിടെ ഇറങ്ങി കപ്പലിൽ ഇറങ്ങി നേരെ പോയി ഫിഷ് പ്രോസസിംഗ് യൂണിറ്റ് ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ എല്ലാം ഭംഗിയിൽ വന്നപ്പോ അവർക്ക് അടുത്ത ആഗ്രഹം ഉണ്ടെന്നത് അമേരി ദ്വീപിൽ പോയി ഒരു സ്റ്റേഡിയം കാണുന്നത്. ഞാൻ വിട്ടില്ല, ശരി, അവർ അമേരി ദ്വീപിലെ സ്റ്റേഡിയം കാണാൻ ചെല്ലണം, അത് അവരുടെ അവകാശം, അവർ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ നേരെ അമേരി ദ്വീപിൽ പോയി ആ സ്റ്റേഡിയം അങ്ങ് കാണിച്ചു കൊടുത്തു. അതിന്റെ ഫോട്ടോഷൂട്ട് അവിടെ നിന്ന് മോദി ഇപ്പൊ നമ്മളെ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തിയ പോലെ നമ്മൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് കപ്പൽ കയറി ചേത്തിലാത്തിലേക്ക് വരികയാണ്. എനിക്ക് 19 വോട്ടുണ്ടേ. ചേത്തിലാത്തിലെത്തിയിട്ടാണ് സീൻ മാറി, കാരണം വോട്ട് വന്നില്ല, ഭാര്യ സീപ്ലെയിനാണ് വന്നത്. അപ്പൊ നമ്മൾ ആ സീപ്ലെയിനിന് നേരെ ഇറങ്ങി. അത് മാത്രമോ, സീപ്ലെയിനിൽ ഇറങ്ങി എന്നെ ഇവിടെ കുറെ മഹിളകൾ സ്വീകരിക്കാനുണ്ടായിരുന്നു, അവരുടെ സ്വീകരണമൊക്കെ കിട്ടി. ഞാൻ നേരെ കയറി ചെല്ലുമ്പോ എന്താ, വീട്ടിൽ കറണ്ട് ഇല്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്രീ കറണ്ട് കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് ഉപയോഗിച്ചു. ഇതാണ് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം. മനസ്സിലായോ? ഇതാണ് നിങ്ങൾക്ക് തന്ന വാഗ്ദാനം. ഇത് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഇത് ഞാൻ ഒരാൾ സഞ്ചരിച്ച വഴികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളിൽ എത്ര പേര് ഇതുപോലെ സഞ്ചരിച്ചിട്ടുണ്ടാവും? അപ്പൊ ആലോചിക്കുക, നമ്മള് രാമരാജ്യമാക്കാൻ കൂട്ടുനിൽക്കുന്ന ഈ BJP ഗവൺമെന്റിന്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ഈ MP ഫൈസലിനെ ഒരു കാരണവശാലും വിജയിപ്പിക്കരുത്. ഞാൻ 2 വട്ടം വോട്ടിട്ടു എന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ല എന്ന തീരുമാനമാണ് ഞാൻ ഇവിടെ വന്നു നിന്നത്. ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യൻ ഭരണഘടന ചേർത്ത് നിർത്തേണ്ട രാജ്യമാണ്. ഈ രാജ്യത്ത് ഇത് തന്നെയാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മളുടെ ഹംദുല്ലാ സൈദുള്ള നേതാവിന് ധൈര്യപൂർവ്വം ഒരു വോട്ടും കൊടുത്ത് നിങ്ങൾ വിജയിപ്പിക്കുക. അദ്ദേഹത്തിന്റെ പിന്നിൽ ഞങ്ങളുണ്ട്, എന്നും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഒരുപാട് ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് ഞാനിപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.